എന്താണ് അവസ്കുലർ നെക്രോസിസ് ഓഫ് ഫീമർ ഹെഡ്? നമ്മുടെ തുടയെല്ലിന് പ്രോപ്പറായി ബ്ലഡ് സർക്കുലേഷൻ എത്താതാവുമ്പോൾ അവിടെയുള്ള കോശങ്ങൾക്ക് മരണം സംഭവിക്കുന്നതാണ് അവസ്കുലർ നെക്രോസിസ് ഓഫ് ഫീമർ ഹെഡ്. ആദ്യത്തെ പ്രീ ക്ലിനിക്കൽ സ്റ്റേജ്. ഈ പ്രീ ക്ലിനിക്കൽ സ്റ്റേജിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. ആ സമയത്ത് നമുക്ക് പെയിനേ ഉണ്ടാവില്ല. പക്ഷെ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അവിടെ സ്ക്ലിയറോട്ടിക് ചേഞ്ചസ്, അതായത് നമ്മുടെ ബോണിന്റെ ഡെൻസിറ്റി അവിടെ കൂടി വരും ഹിപ്പ് ജോയിന്റിൽ. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഓവറായിട്ട് വർക്ക് ചെയ്യുമോ അല്ലെങ്കിൽ ഭയങ്കര ഭാരമുള്ള എന്തെങ്കിലും തൂക്കുമോ ഒക്കെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ഹിപ്പ് ജോയിന്റിൽ പെയിൻ വരും. നമ്മുടെ സബ് കോണ്ടൽ ബോണും അതുപോലെ തന്നെ അതിന്റെ കാർട്ടിലേജും തമ്മിൽ ഒരു ഫ്രാക്ചർ ലൈൻ ഫോം ആവും. ആ സമയത്ത് നമ്മുടെ റേഞ്ച് ഓഫ് മോഷൻ, അതായത് നമ്മുടെ ആ എഫക്റ്റ് ആയ കാല് വെച്ച് നമ്മൾ എന്തൊക്കെ മൂവ്മെന്റ് ചെയ്യുന്നുണ്ടോ ആ മൂവ്മെന്റിനെല്ലാം ചെറിയൊരു റെസ്ട്രിക്ഷൻ വരും. അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ജോയിന്റ് സ്പേസ് നാരോ ആയിട്ട് വരും. ജോയിന്റ് സ്പേസ് നാരോ ആവുമ്പോൾ നമുക്ക് എല്ലാ റേഞ്ച് ഓഫ് മോഷനും ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. കാലെടുത്ത് തൂക്കാനോ കാലെടുത്ത് മടക്കി വെക്കാനോ അല്ലെങ്കിൽ നമുക്ക് വണ്ടിമ കാലെടുത്ത് ഇടാനോ ഒന്നും സാധിക്കില്ല. നമ്മൾ നെക്സ്റ്റ് നാലാമത്തെ സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ ആ ജോയിന്റ് കംപ്ലീറ്റ് ഡീഫോർമിറ്റി ആണ് സംഭവിക്കുന്നത്. ഓസ്റ്റിയോഫൈറ്റ് എല്ലാം വന്ന് അവിടെ ഫോം ചെയ്യുകയും നമുക്ക് സഹിക്കാൻ പറ്റാത്തത്ര പെയിനും വരും. ഇത് ഇത്രയും അഗ്രവേറ്റ് ആയി കഴിഞ്ഞാൽ ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെന്റ് സർജറി ആണ് അഡ്വൈസ് ചെയ്യാറ്. പക്ഷെ നമുക്ക് ആയുർവേദത്തിൽ ഇത് നേരത്തെ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏത് സ്റ്റേജിലാണോ ആ സ്റ്റേജിൽ നിന്ന് ഫർദർ അഗ്രവേറ്റ് ചെയ്യാതിരിക്കാനും ഇപ്പോൾ ഉള്ള സ്റ്റേജിൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ റേഞ്ച് ഓഫ് മോഷനും നിങ്ങളുടെ മൂവ്മെന്റും നിങ്ങളുടെ നോർമൽ ലൈഫും നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.